ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നിരന്തരമായ ബോംബിങ്ങിലൂടെ ഇറാനെ ശിലായുഗത്തിലേക്ക് അയച്ചിരിക്കുകയാണ് അമേരിക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ആര് ശിലയായി എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇറാനെതിരായ യുദ്ധത്തിൽ നേടിയ വിജയങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വെളുപ്പിനുണ്ടായിരുന്ന പ്രസംഗത്തിൽ വല്ലാതെ പ്രശംസിച്ചു. രാവിലെ 6:30 മണി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇന്ത്യൻ സമയം ലോകത്തോട് പ്രക്ഷേപിച്ചത്. ഇറാൻ തകർന്നടിഞ്ഞു, അവരുടെ ഭരണാധികാരികളെ ഇല്ലാതാക്കി. അങ്ങനെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ട്രംപ് പറഞ്ഞത്. മറ്റ് ഭരണാധികാരികൾ ചെയ്യാൻ മടിച്ചത് താൻ ചെയ്തുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 2-3 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. മധു കൊട്ടാരക്കര തത്സമയം അമേരിക്കയിൽ ചെന്നു. മധു, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം മുഴുവനായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, എന്നാലും കുറച്ച് കേട്ടു. പക്ഷേ ഈ യുദ്ധത്തിൽ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള അവകാശവാദം അദ്ദേഹം ഉയർത്തുമ്പോൾ യുദ്ധമുണ്ടായിരിക്കുന്ന വിനാശത്തിൻ്റെ കണക്ക് എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. ഈ അമേരിക്കൻ ജനത മുഴുവൻ ഇതൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഗുഡ് മോർണിംഗ്. പറയും മധു, വിവരങ്ങൾ. അമേരിക്കയിൽ ഈ പ്രഭാഷണം കേട്ടതിന് ശേഷം ഈ അമേരിക്കൻ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും പ്രതികരണം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളുടെയും പ്രതികരണം എത്താൻ ഇനി സമയമെടുക്കും. കാര്യം ഒരു 15 മിനിറ്റ് മുന്നേ ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ട്രംപ് പറയുന്നത് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വിജയത്തോട് അടുക്കുകയാണ്, സൈനിക ദൗത്യങ്ങൾ ഉടൻ തന്നെ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാതയിലാണ് രാജ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കൃത്യമായ തീയതി ഈ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും ദൗത്യം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ രാവിലെ നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2 മുതൽ 3 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ട് ഉണ്ടായിരുന്നു. ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നതിലും അതുപോലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിലും US സേന വലിയ വിജയം നേടിയതായിട്ടാണ് ട്രംപ് ഈ പ്രസംഗത്തിൽ അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ 4 ആഴ്ചക്കുള്ളിൽ ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തെന്നും യുദ്ധ ചരിത്രത്തിൽ തന്നെ ഇത്ര സ്പീഡിൽ ഒരു വിനാശകരമായിട്ട് അല്ലെങ്കിൽ ഒരു പരാജയം മറ്റൊരു ശത്രുവും ഏറ്റുവാങ്ങിയിട്ടില്ലെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ നാവികസേന പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടുണ്ട്. വ്യോമസേനയും തകർന്നടിഞ്ഞതായിട്ട് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRGCയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സംവിധാനം പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നു. മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തൊടുത്തുവിടാനുള്ള ഇറാന്റെ ശേഷി വലിയ തോതിൽ കുറച്ചു എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, വെറും ആഴ്ചകൾക്കുള്ളിൽ ഒരു രാജ്യം ഒരുപക്ഷെ നേരിടുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയാണിതെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയുടെയും ലോകത്തിന്റെയും സുരക്ഷയ്ക്ക് ആവശ്യമായിരുന്നെന്നാണ് ട്രംപ് ഈ യുദ്ധത്തിനെ ന്യായീകരിക്കുന്നത്. ഇത് കൂടാതെ കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാനും അതുപോലെ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ തുടരുന്ന ആക്രമണങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് അമേരിക്കയുടെ ഈ സൈനിക നീക്കം. അതുമാത്രമല്ല, ഇറാന്റെ ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം അമേരിക്കയ്ക്കും യൂറോപ്പിനും നേരിട്ടുള്ള ഒരു ഭീഷണിയാണെന്ന് അമേരിക്കൻ ജനതയെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതുമാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലും എത്തിച്ചേരാനുള്ള മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണെന്നും അത് തടയുക എന്നത് അമേരിക്കയുടെ ഒരു നിലനിൽപ്പിന്റെ ആവശ്യമാണെന്നാണ് അമേരിക്കൻ ജനതയോട് ട്രംപ് പറയുന്നത്. കഴിഞ്ഞ മാസം അദ്ദേഹം ഉദാഹരണമായിട്ട് കാണിച്ചത് ഇറാൻ തീരത്ത് നിന്ന് 2000 മൈൽ അകലെയുള്ള US UK സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണ ശ്രമമായിരുന്നു. അതുമാത്രമല്ല, ഇറാന്റെ സൈനിക പ്രകടനശേഷി മുമ്പുള്ളതിനെക്കാട്ടിലും കരുതിയതിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണെന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്രയധികം ദൂരെ അവർ ആ മിസൈൽ വിക്ഷേപിച്ചെന്നാണ് ട്രംപ് പറയുന്നത്. അതുമാത്രമല്ല, ഈ മിസൈൽ ശേഷി മുളയിലെ നുള്ളുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് പറയുന്നു. അമേരിക്കൻ ജനതയുടെ സുരക്ഷയ്ക്കായി ഇത്തരം ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് അമേരിക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വാതകം കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ എണ്ണ വേണ്ട. അതുമാത്രമല്ല, ഒബാമ ഉൾപ്പെടെയുള്ള മുൻകാല പ്രസിഡന്റുമാരെ കണക്കിന് പരിഹാസിക്കുകയും ചെയ്തിട്ടുണ്ട്. $2.7 ബില്യൺ ക്യാഷ് സെറ്റിൽമെന്റ് വാഷിംഗ്ടണിലെ 2 ബാങ്കുകളിൽ നിന്ന് എടുത്ത് ഇറാന് ഒരു കാലത്ത് ഒബാമ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാതായിപ്പോയി. അതുമാത്രമല്ല, മുമ്പുള്ള യുദ്ധങ്ങൾ, വിയറ്റ്നാം യുദ്ധം ഉൾപ്പെടെ എത്ര ദിവസങ്ങൾ എടുത്തു എന്ന് ട്രംപ് ഈ യുദ്ധവുമായിട്ട് താരതമ്യം ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ ഇറാനിലെ എണ്ണ തനിക്ക് കൈക്കലാക്കാൻ പറ്റും, പക്ഷേ അമേരിക്കൻ ജനതയ്ക്ക് അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണെന്നുള്ള ഒരു സൂചനയാണ് ട്രംപ് നൽകുന്നത്. അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എഴുതിയ, അമേരിക്കൻ ജനതയ്ക്ക് എഴുതിയ ഒരു എഴുത്ത് വലിയ തോതിൽ ചർച്ചയാകുകയാണ്. ഈ യുദ്ധം എന്തിനു വേണ്ടിയാണെന്ന് അമേരിക്കൻ ജനത സ്വയം ചോദിക്കണം. ഇതുകൊണ്ട് എന്ത് ലക്ഷ്യം നേടി എന്നുള്ളത് ഒരു ചർച്ചയായിട്ട് മാറുകയാണ്. ഓക്കെ,
താങ്ക് യു മധു കൊട്ടാരക്കര. ഈ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതൊക്കെ അമേരിക്കയിൽ എത്ര ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങളുടെ കാലത്ത് അമേരിക്കയിൽ മാത്രം എന്തെങ്കിലും ഒരു നുണ പ്രചരിപ്പിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന കാര്യം സംശയമാണ്. വിനാശകാരിയായ യുദ്ധത്തിലൂടെ ആരെങ്കിലും വിജയിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ഇതുണ്ടാക്കുന്ന ഒരുപക്ഷെ ഇതുണ്ടായിരിച്ചിട്ടുള്ള മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഒരു 10 കൊല്ലം അധ്വാനിച്ചാലും തീരാത്തത്രയുമാണെന്ന് കൂടി ഞാൻ സംശയിക്കുന്നു. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല എന്ന് ഈ യുദ്ധവെറിയന്മാർ അറിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 52 സെക്കൻഡും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ